നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അയ്യോ, എന്തായി കാണിക്കുന്നത്? എനിക്കങ്ങോട്ട്. എന്റെ ഹൃദയം അങ്ങനെ ഇലയായി പോയി. സത്യം പറഞ്ഞ കൊച്ചേട്ടന്റെ കല്യാണം കാരണം തെരുവാധാരമായി പോയത് ഞാന്. അതെന്തൂറ്റി? ഞാനും കൊച്ചേട്ടനും കൂടിയല്ലേ ആ മുറിയിൽ കിടന്നിരുന്നത്. ഇപ്പൊ ഞാൻ ഔട്ടായില്ലേ. ഓ, അങ്ങനെ അങ്ങനെ തന്നെ. കല്യാണം കഴിക്കാത്തോണ്ടാ എനിക്ക് ദുർഗതി വന്നത്. അതുകൊണ്ടേ നമുക്കുടനെ കല്യാണം കഴിക്കണം. എന്താ, നടക്കോ? എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ വല്യേച്ചിയുടെ അനുമതി വാങ്ങണം. അതാണ് ചലഞ്ച്. എന്താ, നടക്കോ? നോക്കാം. അതെന്താ അവിടെ ഒറ്റയ്ക്കൊരു കോലം? ശരിയാണല്ലോ, ഇങ്ങനൊരു കോലം ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. അത് പിന്നെ അത് ഹരിച്ചേട്ടൻ ഒരു ഇല വരച്ചതാ. ഇല്ലയോ? അതെ, അരയാലിലയാണെന്നാ പറഞ്ഞേ. അവസാനം വരച്ചു വന്നപ്പോ ഇങ്ങനെയായി. ഓ, അങ്ങനെ. സാരല്ല, അടിയിൽ എഴുതി ഒന്ന് ഒട്ടിച്ചു വെച്ചാ മതി, ഇത് ഹരിയുടെ ആലിലയാണെന്ന്. ഈ കപ്പി മുരളിക്ക് കൊടുക്ക്. ആഹാ, എന്തൊരു കാഴ്ച, എന്തൊരു ഐശ്വര്യം! സത്യം, എല്ലാരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു ഐശ്വര്യമാണ്. സാധാരണ പറയുന്നത് സ്ത്രീ ഓരോ വീടിനും വിളക്കാണെന്നതാ. 3-4 സ്ത്രീകൾ വന്നപ്പോ 3-4 വിളക്കൾ കൊടുത്ത ഐശ്വര്യമാണ് ഇന്ന് ഈ വീട്ടിൽ. ഐശ്വര്യമൊക്കെ കൊള്ളാം. പക്ഷേ ഈ ഐശ്വര്യ കൂടുതൽ കാരണം അടുക്കളയിൽ പുഷ്പൻ ചേട്ടന്റെ പണി പോയ ആരെയും കുറ്റം പറയരുത്. അയ്യോ, എന്റെ പണി പോയാലും വേണ്ടില്ല. ഈ വീട്ടിൽ മേൽക്കുമേൽ ഐശ്വര്യമെന്ന് നിറയണം. അതാണ് എന്റെ ആഗ്രഹവും. പുഷ്പൻ ചേട്ട ഇല്ലാതെ ഈ വീട്ടിൽ എന്ത് ഐശ്വര്യം? ഏത് ഐശ്വര്യം ഉണ്ടായാലും അതിന് മുകളിൽ വെക്കുന്ന കൊച്ചു ഗണപതിയാണ് നമ്മുടെ പുഷ്പൻ ചേട്ടൻ. ഗണപതി മുരുകനൊക്കെ ആക്കുന്നത് കൊള്ളാം. പക്ഷേ രാവിലെ ഇത്രയും പേർക്ക് ഒരുമിച്ച് വെച്ച് വിളമ്പാനുള്ള 5-6 തൃക്കൈകളൊന്നും എനിക്കില്ല. സ്ത്രീകൾ എല്ലാരും കൂടെ വന്നൊന്ന് സഹായിച്ചാലേ വല്ലതും വയറ്റിലേക്ക് പോകും. അല്ലെങ്കിലേ എല്ലാരും കൂടെ ഇവിടെ കോലമിട്ടോണ്ടിരുന്നോളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരം 3 മണിക്ക് കഴിക്കാം. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. പുഷ്പൻ ചേട്ടോ, ചതിക്കല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.